അനുമോൾ ട്രിവാൻഡ്രം. അനുമോളോടുള്ള അസൂയ കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അനുമോളോട് എന്താ? ഏത് ചാനല്? ഞാൻ ജിഞ്ചർ മീഡിയ. ജിഞ്ചർ മീഡിയ മര്യാദ ക്വസ്റ്റ്യൻസ്. എന്താ പിന്നെ ഇതില്ലെന്നുണ്ടെങ്കില്, പ്രാധാന്യം ഇല്ലെന്നുണ്ടെങ്കില് പിന്നെ എന്തിനാ ഇവന്മാര് ആരെ മൂഞ്ചാനാ ഈ ഷോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്ത് ആവശ്യത്തിനാ ഈ ഷോ? ഒറ്റ ഒരാൾ കാരണമാണ് വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്കും ഒപ്പം കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത്. സോ അങ്ങനത്തെ ചെന്ന അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അങ്ങനെ അനു എയർപോർട്ടിൽ വന്നിറങ്ങി വമ്പൻ സ്വീകരണങ്ങൾ നൽകി ജനങ്ങൾ വീട്ടിലേക്ക് യാത്ര അയച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസ് കേട്ടോ, ഈ പറഞ്ഞിട്ടുള്ള അമ്മമാർ, വീട്ടമ്മമാർ, കുട്ടികൾ ഉൾപ്പെടുന്നൊരു ഓഡിയൻസാണ്. അത്രയും ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ് അനുവിന് കിട്ടിയതെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. കാരണം ഒരുപാട് സ്ത്രീകളും അതുപോലെ അമ്മമാരും കുട്ടികളെല്ലാം അവിടെ അനുവിനെ സ്വീകരിക്കാനെ കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. നല്ല രീതിയിലുള്ളൊരു സ്വീകരണം നൽകി പുള്ളിക്കാരിയെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സ്വീകരണം കാണാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അനു കപ്പടിച്ചതിൻ്റെ കരച്ചിലുകൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരച്ചിലുകളൊന്നും അവസാനിക്കുന്നില്ല, ഇനി അവസാനിക്കാനും പോകുന്നില്ല, അത് വേറൊരു കാര്യം. അപ്പം കുറച്ച് കരച്ചിലും കൂടെ നമുക്ക് കാണാം. ആദ്യം അനുവിനെ സ്വീകരിക്കുന്ന വീഡിയോ കാണാം. അനുമോൾ ട്രിവാൻഡ്രം. ഒരു ജാറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടി, നല്ലൊരു എന്താ പറയുക, ഒരു പച്ചയായിട്ടുള്ളൊരു പെൺകുട്ടി. എല്ലാവർക്കും വിഷ് ചെയ്യുന്നുണ്ട്, കൈ കൊടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് കൊടുക്കുന്നുണ്ട്, എല്ലാവരും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വഴിനീളെ പുള്ളിക്കാരെ എവിടേക്കോ വണ്ടി നിർത്തി കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും, ആൾക്കാർക്ക് ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള യാത്രയയപ്പാണ് നൽകിയത്. ഏറ്റവും കൂടുതൽ അനുവിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള അമ്മമാരും വീട്ടമ്മമാരും സാധാരണപ്പെട്ട രീതിയിലുള്ള ആൾക്കാരാണ്, സാധാരണക്കാരാണ്. അതിനാണ് ഈ പി ആർ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇത്രയും അങ്ങോട്ട് ഡീഗ്രേഡ് ചെയ്തതല്ലേ. ഇനി നമ്മളെ ശാരിക KB പുള്ളിക്കാരി എയർപോർട്ടിൽ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇതിനെ പറ്റിയിട്ടൊക്കെ അനുമോൾ കപ്പടിച്ചതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും ഇതുവരെ കരച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അവർക്ക് കഴിവില്ലാതെ അവർ മുമ്പേ എവിക്റ്റായി വന്നു, കഴിവില്ലാതെ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ തന്നെ പറയുന്നത് ഇതൊരു ഗെയിം ഷോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവർ ഇതിൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കയറിപ്പോയി കഴിഞ്ഞു എന്ന് പറയുന്ന അവർ തന്നെ ഇത് ചാനലിന് മുമ്പിൽ വന്നിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. PR കൊണ്ടാണ് ജയിച്ചത്, അല്ലെങ്കിൽ PR ബലം നിങ്ങൾ കണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ തന്നെയാണ് ഇതൊക്കെ വീണ്ടും എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. മീഡിയക്കാർ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. മീഡിയക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു നിലപാടും ഇല്ലാത്ത രീതിയായിട്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത്. കാരണം ഓരോ സ്ഥലങ്ങളിൽ ഇവർ മാറ്റിയാണ് സംസാരിക്കുന്നത് എല്ലാ ആൾക്കാരും, ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻസുകൾ. അപ്പോൾ എന്നാലും ശാരിക പറയുന്നത് കേട്ട് നോക്കാം. PR കൊണ്ട് മാത്രമാണ് അനുമോൾ കിട്ടിയത്. എല്ലാവർക്കും PR ചെയ്യാൻ പറഞ്ഞില്ല, എല്ലാവർക്കും PR വർക്ക് ചെയ്യാറുണ്ടല്ലോ. എല്ലാവരും PR ചെയ്ത് ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവള് പിന്നെ കുറച്ചുകൂടെ കളിച്ചില്ലെന്ന് പറയുന്നില്ലേ? തീർച്ചയായിട്ടും അനുമോളെക്കാളും നന്നായിട്ട് കളിച്ച ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാതെ അനുമോളെ കളിച്ചൊക്കെ നന്നായിട്ട് കളിച്ച ആൾക്കാരനകത്തുണ്ട്, ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കണ്ടതല്ലേ, ഞാൻ എടുത്ത പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിജയിച്ച അനുമോളാണ്. ഈ അത് ക്വസ്റ്റൻ ഇല്ല. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ PR ഇല്ലാത്തതായിട്ട് അവിടെ ആരുമില്ല, എല്ലാവർക്കും PR ഉണ്ട്. അക്ബറിന് PR ഉണ്ടായിരുന്നു, അതുപോലെ ആരിന് PR ഉണ്ടായിരുന്നു, പിന്നെ ബിന്നിക്ക് PR ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട്, അപ്പാനിക്ക് PR ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇവർ ജയിച്ചില്ല?
അവരവിടെ ഗെയിം കളിച്ചല്ലോ. എന്ത് ഗെയിമാണ് കളിച്ചത്? ഇവിടെ ഇവർ പറയുന്നുണ്ട് എന്താണ് അവിടെ ഏറ്റവും നല്ലോണം ഗെയിം കളിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് എനിക്കറിയത്തില്ല, അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. എന്താ നിങ്ങൾ പറയാത്ത? നിങ്ങൾ പറ, ഗെയിം കളിച്ചവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുള്ള ആരാണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എണ്ണി പറഞ്ഞു തന്നെ. ആരാണ് അവിടെ നല്ല ഗെയിം കളിച്ചിട്ടുള്ളത്? എന്ത് ഗെയിമാണ് മറ്റുള്ള ആൾക്കാർ അവിടെ കളിച്ചിട്ടുള്ളത്? ഒരു പെങ്കൊച്ചിൻ്റെ പുറവേ നടന്ന് ബുള്ളി ചെയ്യുക, ആ പെങ്കൊച്ചിനെ ചീത്ത വിളിക്കുകയോ തെറി വിളിക്കുകയോ, ഇതൊക്കെയാണോ ഗെയിം? അല്ലാതെ വേറെ എന്തെങ്കിലും ബേസ്ഡ് ആയിട്ടല്ലാതെ ഈ മറ്റുള്ള മത്സരാർത്ഥി ഇപ്പം ആര്യൻ നല്ല ഗെയിമറാണ്, നല്ല രീതിയിൽ ഗെയിം കളിച്ചെന്ന് പറയുന്നു. ഒരാളെ പുറമേ നടന്ന് ഇത് ഉപദ്രവിക്കുന്നതാണോ പുള്ളിയുടെ ഗെയിം? അതുപോലെ അക്ബറിന്റെ ഗെയിം എന്താണ്? അപ്പാനി കളിച്ച ഗെയിം എന്താണ്? ഒരു കൊച്ചിന്റെ പുറമേ നടന്ന് ഉപദ്രവിക്കുന്നതാണോ ഒരു നല്ല ഗെയിമറെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്? എന്തുവാടി ഇതിനൊക്കെ എന്തോ മറുപടി പറയണം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞിട്ടില്ല അമ്മയുടെ നെഞ്ചത്തെന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അനുമോളോടുള്ള അസൂയ കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അനുമോളോട് എന്താ? ഏത് ചാനല്? ഞാൻ ജിഞ്ചർ മീഡിയ. ജിഞ്ചർ മീഡിയ മര്യാദകളെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്ത് അല്ല, നമുക്കിപ്പോ കപ്പെടുത്ത് എനിക്ക് എന്തിനാ അസൂയ? അല്ല, നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ല. അനുമോളാണ്. എനിക്ക് എന്റെ അഭിപ്രായം. ശൈത്യ പിന്നിൽ നിന്ന് കുത്തിയതുകൊണ്ടാണ് അനുമോള് വോട്ട് കൂടിയെന്ന് തോന്നുന്നുണ്ട്. ശൈത്യ പിന്നിൽ നിന്ന് ആരെയും കുത്തിയത് നിങ്ങൾക്ക് അറിയാവോ? ശൈത്യ കുത്തിയത് എങ്ങനെ അറിയാം? ജനങ്ങള് 24/7 ബിഗ് ബോസ് കാണിക്കുന്നില്ലോ, 8 hours ആ കൂടെ കാണിക്കുന്നുള്ളൂ. ഇന്നത്തെ പലതവണ നടന്നിട്ടുണ്ട്. പിന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നിൽ നിന്നാണോ മുന്നിൽ നിന്ന്? അടിപൊളി, നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ചോദിച്ചവനിരിക്കട്ടെ ഒരു കുതിരപ്പാവൻ. വേറെ ഒന്നുമില്ല, ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് ഉരുണ്ട് കളിച്ച് കണ്ടോ? ചോദിച്ചത് കറക്റ്റ് കാര്യമാണ്. അനുമോടുള്ള അസൂയ കൊണ്ടിട്ടാണോ, അസൂയാണോ നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ ചോദ്യം ചെയ്യുന്നത്. അവർ പറയുകയാണ് എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറഞ്ഞുകൂടെയെന്ന്. അത് തന്നെയാണ് അവനും അവൻ്റെ അഭിപ്രായം. അവനിക്ക് തോന്നിയ അഭിപ്രായം, അവനിക്ക് തോന്നിയ കാര്യങ്ങളല്ലേ അവനും ചോദിക്കുന്നത്. അത് വേറെ ഒന്നും ചോദിച്ച് തെറിയൊന്നും വിളിച്ചില്ലല്ലോ. അവൻ ചോദ്യമല്ലേ ചോദിച്ചത്, നിങ്ങൾക്ക് അസൂയ ഉണ്ടോ? അനുമോൾ കപ്പടിച്ചതിൽ അസൂയ ഉണ്ടോ? ഇല്ലെന്ന് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. ഇതിപ്പം ഉള്ളതുകൊണ്ടാണ് അവർ അതിന് ഉത്തരം കൊടുക്കാതിരുന്നത്. നേരെ ആ മീഡിയക്കാരൻ്റെ മുമ്പിലോട്ട് അവർ കടിച്ച് ചാടിക്കൊണ്ട് കയറിയത് അല്ലേ. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്താണ് പിന്നെ അഭിപ്രായം പറയാൻ എത്ര പാട്? ശൈത്യയുടെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അതൊന്നും എനിക്കറിയത്തില്ല, മുമ്പിൽ കുത്തിയതോ പിമ്പിൽ കുത്തിയതോ ഇതൊന്നും എനിക്കറിയത്തില്ല. എന്താണ് ഇവർ എന്നാണ് പറഞ്ഞത്? സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് അറിയാം, നീ എന്നെ പഠിപ്പിക്കേണ്ട, അഭിപ്രായങ്ങൾ പറയാൻ എനിക്കും അറിയാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പറയുന്നില്ല? 24/7 ഈ ഒരു നീ എഡിറ്റഡ് ആണോ, നീ അല്ലാതെയാണോ, നീ 7 മണിക്കൂറാണോ 8 മണിക്കൂറാണോ, അതൊന്നുമല്ല. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്ന സാധനങ്ങളിൽ എന്തൊക്കെയാണ് എന്നെല്ലാം നല്ല രീതിയിൽ അറിയാം. അതെന്താണ് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഫസ്റ്റ് വീക്കെൻഡ് നിങ്ങൾ ഔട്ടായി ഇറങ്ങിയൊന്ന ആളല്ലേ. അപ്പം നിങ്ങൾ ഈ ഷോ കണ്ടു കാണുമല്ലോ. ഇതിൻ്റെ കാര്യങ്ങളും റിവ്യൂസും കാര്യങ്ങളും കണ്ട്, അല്ലെ എപ്പിസോഡെങ്കിലും കണ്ടു കാണുമല്ലോ. നിങ്ങളൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇവരെല്ലാം എന്താണ് പറയുന്നത്? ഞാൻ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ്, ഇതിനെ പറ്റിയിട്ട് അരച്ച് കലക്കി കുടിച്ചു വെച്ചേക്കുന്ന ഷോയാണെന്നെല്ലാം പറഞ്ഞിട്ട് ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി വന്നു കഴിയുമ്പോഴത്തേക്ക് പറയും ഞാനിത് കാണക്കില്ല, ഈ ഷോ ഇത് ആര് കാണും, ഞാനിപ്പോൾ അത് കാണക്കില്ല, എനിക്കറിയത്തുമില്ല എന്നുള്ള രീതിയിലേക്കാണ് സംസാരം. എന്തുവാണ് ഇതൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലപാടും ഇല്ലാത്ത കുറേ ആൾക്കാരെയാണല്ലോ ഈ സീസണിനകത്തൊക്കെ കിട്ടുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഈ സീസൺ 7-നകത്ത്. ഇനി വേറെ കുറച്ച് കരച്ചിൽ കാണാം. ചേട്ടാ ഇല്ല, അനുമോൾ ഒറ്റ ഒരാൾ കാരണമാണ് വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്കും അപ്പാനിക്കും കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത്. സോ അകത്ത് ചെന്ന് അനുവിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അനു അത് ക്ലിയർ ചെയ്തു, അനു അംഗീകരിച്ചു. അനു അങ്ങനെ ചുമ്മാ പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നില്ല. അല്ലെങ്കിൽ അനുവിന് വല്ല വോട്ടം ഉണ്ടായിരുന്നു. അനുവിനെ ജയിപ്പിച്ചതെന്നാണല്ലോ ഇവിടെ പൊതുവെ. അയ്യോ, അത് തോന്നൽ മാത്രം. അനുവിനെ ജയിപ്പിച്ചത് വിനു ആയിരിക്കും. PR അനുവിന്റെ PR അനു കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു. പിന്നെ PR ഉള്ളത് നല്ല, എനിക്ക് PR ഉണ്ടായിരുന്നില്ല, പക്ഷെ PR കൊടുക്കുന്ന ഇവരെയൊക്കെ വിചാരം എന്താണെന്നറിയോ? ഇവർ രണ്ടാമത് റീ എൻട്രി ആയിട്ട് കയറി ചെന്നിട്ട് എന്തോ മലമറിക്കുന്നതോ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ധാരണയാണ് ഇവർക്ക്. ഇപ്പം ബിൻസി തന്നെ പറയുന്നുണ്ട് അപ്പാനിയുടെയും അതുപോലെ ശരത്തിൻ്റെയും അപ്പാനിയുടെയും ബിൻസിയുടെയും കാര്യം. അത് ജനങ്ങൾ കണ്ടയാണ് ഇതൊക്കെ. ജനങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ജനങ്ങളെ മുമ്പിലോട്ട് ഇത് എടുത്തിട്ട് വെളുപ്പിക്കാൻ നോക്കണ്ട. ഇത് അനുവാണോ ഇത് ആദ്യം അവിടെ പറഞ്ഞത്? ഇത് പ്രേക്ഷകരാണ് ഇത് ആദ്യം കണ്ടിട്ട് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഈ പറഞ്ഞിട്ടുള്ള അവിടെ എന്ത് മറ്റുള്ളവർ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത് ഈ പറഞ്ഞിട്ടുള്ള വൈൽഡ് കാർഡ് കയറി പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അനു ഉൾപ്പെടെ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്. അല്ലാതെ അനു അവിടെ നിന്ന് കവടി നിരത്തിയിട്ടൊന്നും അല്ല. ഈ അവിടെ നിങ്ങൾ രണ്ടും അവിടെ പോയിരുന്നു പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ കാര്യങ്ങൾ അനു
അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നത് തന്നെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. പിന്നെ അപ്പാനിയുമായിട്ടുള്ള വിഷയം, ബിൻസി എവിക്റ്റായി പോയതിനു ശേഷം ആകെ അനു അതിനകത്ത് സംസാരിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനിയുടെ കിച്ചണിനകത്ത് കണ്ട് വെച്ചിട്ട് അത് ഓൾറെഡി ആ സമയത്ത് തന്നെ നിങ്ങൾ കാരണമല്ലേ ബിൻസി പോകാൻ കാരണം എന്ന് കണ്ട ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കാലി വീണ് മാപ്പ് പറഞ്ഞെന്നും അതിന് ആ ഒരു എക്സ്പ്ലനേഷനും അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയത്തെ പറ്റിയിട്ടും. കാലി വീണ് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ലൈവിനകത്ത്, അതൊക്കെ കണ്ടയാണ്. അപ്പം അല്ലാതെ ഇത് എല്ലാവരും അനുവിൻ്റെ മണ്ടയിലും കൊണ്ട് കയറുവാണ്, എല്ലാം അനുവാണ്. എന്നിട്ട് ഇപ്പം എന്തായി നിങ്ങൾ തന്നെ റീ എൻട്രി ആയിട്ട് അവിടെ കയറി ചെന്ന് പുള്ളിക്കാരിക്ക് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം വോട്ട് മേടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇറങ്ങി വരണം. ചോദിച്ചിട്ട് അപ്പം നിങ്ങൾ കാരണമല്ലേ ജയിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ കാരണമോ PR കാരണമാണ് ജയിച്ചതെന്ന് അങ്ങനെ കടന്ന് മെഴുകിയിട്ട് വല്ല കാര്യമുണ്ടോ? മീഡിയക്കാരന്മാർ സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണ് എന്തായാലും ഇവരുടെ അടുത്ത് ചോദിക്കുന്നത്. അവർക്കൊന്നും ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതിന് മറുപടി അറിയുന്നത്. കാരണം ഉത്തരം മുട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചു വിടുന്നത്. എല്ലാവർക്കും PR ഉള്ളത്. അപ്പം അത് ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് അത് എല്ലാവർക്കും PR ഉണ്ടെങ്കിൽ തന്നെ അനുവിൻ്റെ PR ആണ് കുറച്ച് എക്സ്പോസ് ആയത്. എന്തോ എക്സ്പോസ് ആയി അനുവിൻ്റെ PR എന്തോ, അനു എവിടെ ഇത് എക്സ്പോസ് ആക്കി ഈ PRൻ്റെ കാര്യം? അനു PR ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, എല്ലായിടത്തും PR ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവരാരും അവിടെ അക്സെപ്റ്റ് ചെയ്തില്ല. ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. അതുവരെ ഒന്നും അറിയാത്ത പോലെയാണ് പലരും ഈ PRൻ്റെ കാര്യം പറഞ്ഞിട്ട് അനുവിനെ കൂട്ടത്തോടെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞു ഇതുപോലെ എനിക്ക് PR ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് വീഡിയോയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് വിനുവിനെ നിർത്തിയിട്ടുണ്ട്. അല്ലാതെ പൈസ 16 ലക്ഷത്തിൻ്റെ ഒന്നും പുള്ളിക്കാരി ഒരിടത്തും പറഞ്ഞിട്ടുമില്ല, എക്സ്പോസ് ആക്കിയിട്ടുമില്ല. ഇനി എന്ത് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇതുകൊണ്ട് അവിടെ ഹോട്ട്സ്റ്റാറിൽ പോയി എപ്പിസോഡ് കിടപ്പുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി അടുത്ത വേറൊരു കരച്ചിലും കൂടെ കാണാം. അതാണ് കരച്ചിലെങ്കിൽ കരച്ചിൽ. അത് ഒരു അനീഷിൻ്റെ ഒരു ഫാൻ ഗേളാണെന്ന് തോന്നുന്നു കേട്ടോ. സൗണ്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഏതോ പ്രായമുള്ള സ്ത്രീ എങ്ങാണ്ട. എന്തായാലും കൊള്ളാം. എന്തായാലും അനീഷിൻ്റെ ഫാൻ ഗേളാണ്. അതും കൂടെ കേട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇവരാരും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഈ അന്തം ഫാൻസ് എന്ന് പറയുമല്ലോ, അതേപോലൊരു സംഭവമാണ് ഇതും. കേട്ടു നോക്കാം എന്തായാലും. പണത്തിന്റെ കൊഴുപ്പായി കാണിച്ചത് എല്ലാവരും കൂടെ പണം വാരി ചെലവാക്കിയിട്ട് കള്ളത്തരങ്ങള് പറഞ്ഞു ഉള്ള കുഞ്ഞുങ്ങളെ മൊത്തം ചെളി വാരി വെച്ചിട്ട് അവള് ഒടുങ്ങട്ടെ കപ്പ്, അവിടെ അവസാനത്തെ കപ്പ് കൊണ്ടുപോക്കുക. ഇത് കൊണ്ടുപോക്കോട്ടെ അവള്, പക്ഷെ കപ്പല്ലല്ലോ, ഒരു മനുഷ്യന്റെ കഷ്ടപ്പാട് ഒറ്റപ്പെടുത്തല് എല്ലാം സഹിച്ചിട്ടല്ലേ അവൻ അവിടെ വരെ വന്നത്. എന്നിട്ട് ഇങ്ങനെ കാണിക്കാൻ കൊള്ളാമോ ഇത്? ഇവന്മാരെ ഉണ്ടല്ലോ, ഇവന്മാരെ എല്ലാത്തിനും നാറ്റിക്കുക ചെയ്യേണ്ടത്. ഒറ്റ ജനങ്ങള് ഇങ്ങനെയുള്ള ഒരു ഷോ കാണാൻ നിൽക്കരുത്. ഇനി ജനങ്ങൾക്ക് എന്താ പിന്നെ ഇതില്ലെന്നുണ്ടെങ്കില്, പ്രാധാന്യം ഇല്ലെന്നുണ്ടെങ്കില് പിന്നെ എന്തിനാ ഇവന്മാര് ആരെ മൂഞ്ചാനാ ഈ ഷോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്ത് ആവശ്യത്തിനാ ഈ ഷോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത്രയും നല്ലോണം കളിച്ചിട്ട് ഇത്രയും നല്ലൊരു ഗെയിമർ എടുത്ത് കളയുക എന്ന് പറഞ്ഞ, അപ്പൊ അനുമോടെ PR, അനുമോടെ പൈസ ഇതൊക്കെ കൊണ്ടിട്ടല്ലേ അവന്മാരെ ഒറ്റ രാത്രി കൊണ്ട് ഇത്രയാക്കി തീർത്തത്. ഇതിപ്പോ എല്ലാം കൂടെ ഒരാളെ നെഞ്ചത്തോട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരും പറയുന്നത് അനു കാരണമാണ് അനീഷ് വിൻ ചെയ്യാത്തതെന്നാണ് ഇവര് കടന്ന് മോങ്ങുന്നത്. ഇതിനൊക്കെ സത്യം പറഞ്ഞ എന്ത് പറയുന്നത് പറയാ. ഇടേ ഡിസർവ് ആണെങ്കിൽ ഇപ്പൊ അനീഷ് കപ്പടിക്കാൻ അർഹതപ്പെട്ട ഒരാളാണെങ്കിൽ അനീഷ് കപ്പടിക്കും. അത് ഇനിയിപ്പം അത് മറ്റൊരാൾ കപ്പടിച്ചത് അയാൾ അർഹതപ്പെട്ട, അനീഷിനെക്കാളും കുറച്ചുകൂടെ അർഹതപ്പെട്ട ഒരാളായതുകൊണ്ടാണ് അനു കപ്പടിച്ചത് എന്നും പറഞ്ഞ് അനുവിനെ ഇതിനകത്ത് ഈ വലിച്ചിട്ടിട്ട് അനു കാരണമാണ്, ആ ഭൂദേവി കാരണമാണ് എൻ്റെ അനീഷിന് കിട്ടാഞ്ഞെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അനീഷ് വല്ല അവിടെ ലാസ്റ്റ് ഫിനാലെ വീക്ക് ഈ ലാസ്റ്റ് ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ അനീഷിനെ ക്യാമറയിൽ പോലും ഒരിടത്തും കാണാനില്ലായിരുന്നു അല്ലേ? പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് കുറ്റപ്പെടുത്തുന്നത്, നിങ്ങൾ ഈ കരഞ്ഞ് കുറ്റപ്പെടുത്തുന്ന അനുവിനെ ചീത്ത വിളിക്കുന്ന സമയം കൊണ്ടിട്ട് റീ എൻട്രി കയറി പോയിട്ടുള്ള അവരെ ചെന്ന് ചീത്ത വിളി. അവരാണ് അനുവിനെ ഇത്രയും വോട്ട് മേടിച്ചു കൊടുത്ത് അനുവിനെ ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ചത്. നിങ്ങളൊന്നും ഇത് കാണുന്നില്ലേ? നിങ്ങൾ ഇവിടെ കിടന്ന് മോഹൻ ആ കപ്പ് മേടിച്ചുകൊണ്ട് പോയി ആ കൊച്ചിനെ, പാവം പിടിച്ച കൊച്ചിനെ നിങ്ങൾ തെറി വിളിക്കുന്നല്ലോ. നിങ്ങൾ റീ എൻട്രി കയറിപ്പോയിട്ടുള്ള അവരെ 10 തെറി വിളിക്കുക. അവരല്ലേ ഈ ലാസ്റ്റ് ഫിനാലെ വീക്ക് അനുവിൻ്റെ ഡബിൾ ഇരട്ടി വോട്ട് ഇട്ടുപിടിപ്പിച്ചത്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്നും പറയാനും ഇല്ല, മോങ്ങാനും ഇല്ല. അനു കപ്പ് മേടിച്ചുകൊണ്ട് പോയതാണ് നിങ്ങളെയൊക്കെ പ്രശ്നം. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം നാളെ കാണാം.